ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്ന പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഇൻഡെക്സിന് രണ്ട് മെത്തേഡായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് അൺവെയ്റ്റഡ് മെത്തേഡും രണ്ടാമത്തേത് വെയ്റ്റഡ് മെത്തേഡും ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അൺവെയ്റ്റഡ് മെത്തേഡും അതിൻ്റെ രണ്ട് ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയ്റ്റഡ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വെയ്റ്റഡ് മെത്തേഡ്? ഇവിടെ നമ്മൾ വെയ്റ്റാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വെയ്റ്റഡ് മെത്തേഡ് തന്നെ രണ്ട് തരമുണ്ട്. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡും അതേപോലെ വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡും. ഇവിടെ വെയ്റ്റഡ് അഗ്രിഗേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അൺവെയ്റ്റഡിലാണെങ്കിൽ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡും മറ്റേത് എന്താണ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്, ഇങ്ങനെയായിരുന്നു മെത്തേഡുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെയ്റ്റഡ് മെത്തേഡിൽ നമ്മൾ വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡുമാണ് ഉള്ളത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡാണ്. ഓക്കെ, ഈ ഒരു വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡിൽ കുറേ തരത്തിലുള്ള മെത്തേഡ്സ് ഇനിയും ഉണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റീൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെയ്റ്റുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വെയ്റ്റ് അസൈൻ ചെയ്യുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ കമ്മോഡിറ്റി എങ്ങനെയാണ് അതിൻ്റെ കമ്മോഡിറ്റി ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ദെൻ പർച്ചേസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന നോക്കിയാൽ അണ്ടർ ദിസ് മെത്തേഡ് ദ അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് ആർ അസൈൻ ടു വാരിയസ് കമ്മോഡിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള കമ്മോഡിറ്റീസിന് അതിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസിൻ്റെ ബേസിലായിരിക്കും വെയ്റ്റ്സ് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെയ്റ്റ് കൊടുക്കുമ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി കൺസ്യൂംഡ്, പർച്ചേസ്ഡ് ഓർ മാർക്കറ്റ്. ഓക്കെ, നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്രത്തോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ക്വാണ്ടിറ്റി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ്, അത് രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, നാളെ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡ്സ് നമ്മളോട് 6 തരത്തിലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 6 തരത്തിലായിട്ട് അതിന് ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഇതിൽ പല തരത്തിലുള്ള ഇക്വേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൽ തന്നെ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു, അതേപോലെ ഇനി വരാനിരിക്കുന്നതുണ്ട്, പിന്നെ ഇതന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ലേസിഫിയർ മെത്തേഡാണ്, രണ്ടാമത്തേത് പാസ്കി മെത്തേഡാണ്, ദെൻ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്, പിന്നെ ഡോർബിഷ് ആൻഡ് ബോളീസ് മെത്തേഡ്, മാർഷാൽ എഡ്ജ്വർത്ത് മെത്തേഡ്, ദെൻ കെല്ലീസ് ഫിക്സഡ് വെയ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും മെത്തേഡാണ്. നമുക്ക് ഓരോ മെത്തേഡും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ലേസിഫിയർ മെത്തേഡാണ്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ബേസ് ഇയർ ആർ ടേക്കൺ ഓൺ എ വെയ്റ്റ്. അതായത് ഇവിടെ ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ബേസ് ഇയർ ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുക, വെയ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു P1 എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഇയർ പ്രൈസാണ്. അതേപോലെ P0 എന്ന് പറയുന്നത് എന്താണ്, ബേസ് ഇയർ പ്രൈസാണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ബേസ് ഇയർ പ്രൈസും മറ്റേത് കറണ്ട് ഇയർ പ്രൈസുമാണെന്ന് പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ക്വാണ്ടിറ്റി, അതായത് വെയ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ വെയ്റ്റിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവിടെ ലേസിഫിയർ മെത്തേഡ് പ്രകാരം നമ്മൾ എടുക്കുന്നത് ക്വാണ്ടിറ്റീസ് ഓഫ് ദി ബേസ് ഇയർ, ക്വാണ്ടിറ്റിയാണ് എടുക്കുക. ബേസ് ഇയർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q0 ആണ് കേട്ടോ. Q0നെയാണ് നമ്മൾ ബേസ് ഇയർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഇയർ ക്വാണ്ടിറ്റീനെ നമ്മൾ Q1 എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെയ്റ്റ് ആയിട്ട് കൊടുക്കാൻ എന്താണ്,
ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് കൊടുക്കാൻ പറഞ്ഞത്. അതായത് Q0 ആണ് നമ്മൾ വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ കൂടെ നമ്മളിവിടെ വെയിറ്റ് ആയിട്ട് കൊടുക്കുക എന്താണ് Q0, അതായത് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ഇക്വേഷൻ ആണ് നമുക്കുള്ളത് എന്താണ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. കണ്ടോ, ഇവിടെ രണ്ടിലും എന്താണ് ക്വാണ്ടിറ്റി ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. Q0 ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, P01 ഈക്വൽ ടു സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും എന്താണ് ബേസ് ഇയർ ക്വാണ്ടിറ്റീനെയാണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇയർലി റെക്കോർഡ്സ്, കൺസംഷൻസ് റെക്കോർഡ്സ് ഇതിൽ സൂക്ഷിക്കേണ്ടി വരില്ല. കാരണം ബേസ് ഇയർ ആണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രാധാന്യമുള്ളത്. കാരണം ഇവിടെ നമ്മൾ ബേസ് ഇയർ ആണ് വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ് ക്വാണ്ടിറ്റീസ് ഓഫ് ബേസ് ഇയർ ഈസ് ടേക്കൺ ആസ് എ വെയിറ്റ്. ഇവിടെ നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത് വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ചേഞ്ച് ഇൻ കൺസംഷൻ ഡ്യൂ ടു ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൈസ്. പ്രൈസിൽ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ഉണ്ടാകുമ്പോൾ ഉള്ള കൺസംഷൻ ചേഞ്ച് അത് എന്ത് ചെയ്യുന്നില്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ട്. അത് ഈ ഒരു മെത്തേഡിൻ്റെ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ലേസിഫിയർ മെത്തേഡ്. നമുക്ക് എല്ലാ മെത്തേഡും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മെത്തേഡും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തേഡാണ് പാസ്കി മെത്തേഡ്. ഓക്കെ, പാസ്കി മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ക്വാണ്ടിറ്റീസ് ഓഫ് കറണ്ട് ഇയർ, ഇവിടെ നമ്മൾ നോക്കുന്നത് ക്വാണ്ടിറ്റീസ് ഓഫ് കറണ്ട് ഇയർ ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഇയർ എന്ന് പറയുന്നത് എന്താണ് Q1 ആണ് എന്ത് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്തത് കണ്ടോ, ഇവിടെ കഴിഞ്ഞ ഇക്വേഷനിൽ എന്താണ് സിഗ്മ Q0 ആണെങ്കിൽ ഇവിടെ എന്താണ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഇവിടെ എന്താണ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് വെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാസ്കി മെത്തേഡാണ് നെക്സ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇവിടെ Q1 ആണെന്ത് വെയിറ്റ്. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ്. ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലേസ്ഫിയർ മെത്തേഡിൻ്റെയും പാസ്കി മെത്തേഡിൻ്റെയും ഒരു ജോമെട്രിക് മീൻ മെത്തേഡാണെന്ത് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ജോമെട്രിക് മീനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട്, ഈ ഒരു ഇക്വേഷൻ്റെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ലേസിഫിയർ ഇക്വേഷനും ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് പാസ്കീൻ്റെ ഇക്വേഷനുമാണ്. ഓക്കെ, രണ്ടും കൂടിയുള്ള ഒരു കോമ്പിയാണ് എന്ത് P0 Q നമ്മുടെ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയാം. കാരണം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ താഴെ പറയുന്നത്. ഇറ്റ് ടേക്ക് ഇൻസ് ടു അക്കൗണ്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ബോത്ത് ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ ആസ് വെയിറ്റ് ആൻഡ് ഹെൻസ് അവോയ്ഡ് ദ ബയാസ് അസോസിയേറ്റഡ് വിത്ത് ലേസിഫിയർ ആൻഡ് പാസ്കി മെത്തേഡ്. ഇവിടെ നമ്മൾ വെയിറ്റ് ആയിട്ട് രണ്ടെണ്ണത്തിനെയും, അതായത് Q1നെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, Q0നെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് Q1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണ്, Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ആണ്. അപ്പം ബേസ് ഇയർ ക്വാണ്ടിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതേപോലെ ബേസ് ഇയർ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്കി മെത്തേഡിലും ലേസിഫിയർ മെത്തേഡിലും ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബയാസുകൾ എന്ത് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫിഷേഴ്സ് ഫോർമുല ഈസ് ബേസ്ഡ് ഓൺ ദി ജോമെട്രിക് മീൻ വിച്ച് ഈസ് കൺസിഡർ ടു ദ ബെസ്റ്റ് ആവറേജ് ഓഫ് ദ കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പർ. ഇത് പിന്നെ നമ്മൾ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യാവുന്ന ബെസ്റ്റ് ആവറേജ് മെത്തേഡായിട്ടാണ് ഫിഷേഴ്സ് ഫോർമുല പറയുന്നത്. കാരണം ഇതെന്താണ് ജോമെട്രിക് മീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് ദിസ് മെത്തേഡ് സാറ്റിസ്ഫൈ ദ യൂണിറ്റ് ടെസ്റ്റ്, ടൈം ടെസ്റ്റ്, അതേപോലെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ
ടെസ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. ടെസ്റ്റ് കൺസിസ്റ്റൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും, അതായത് യൂണിറ്റ് ടെസ്റ്റ്, ദെൻ ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, ഇതിനൊക്കെ ഈ മെത്തേഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയി പറയുന്നത് ദിസ് മെത്തേഡ് ഇസ് മോർ ടൈം കൺസ്യൂമിങ് ദാൻ അതർ മെത്തേഡ്. മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് ഈ മെത്തേഡ് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ സർക്കുലർ ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ടെസ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. സർക്കുലർ ടെസ്റ്റിന് ഇതെന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് ഓൺലി ടെസ്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാക്കുക മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണെന്ത് നമ്മുടെ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഡോർബിഷ് ആൻഡ് ബോളീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് എ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ഓഫ് ലേസിഫിയർ ആൻഡ് പാസ്കി ഇൻഡീസസ്. ലേസിഫിയർ മെത്തേഡിൻ്റെയും അതേപോലെ പാസ്കി മെത്തേഡിൻ്റെയും ഒരു സിമ്പിൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ് ഡോർബിഷ് ആൻഡ് ബോളീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്വാണ്ടിറ്റി വെയ്റ്റ്സ് ഓഫ് ബേസ് പീരീഡ് ആസ് വെൽ ആസ് കറണ്ട് പീരീഡ്. ഇവിടെ എന്താണ്, ബേസ് പീരീഡിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, കറണ്ട് പീരീഡിനേക്കാളും ആസ് വെൽ ആസ് കറണ്ട് പീരീഡാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്, സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. അപ്പോൾ ഈ ഒരു പാർട്ട് ലേസിഫിയർ ആണ്, ഈ ഒരു പാർട്ട് പാസ്കി ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. ഇതാണ് നമ്മൾ ഡോർബിഷ് ബോളി മെത്തേഡിൽ ഇക്വേഷൻ, നമ്മൾ പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് മാർഷാൾ എഡ്ജ്വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ആവറേജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത് ദ ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയേഴ്സ് ആർ ടേക്കൺ ആസ് വെയ്റ്റ് സിംബോളിക്കലി. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ആവറേജ് ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. ബേസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും ആവറേജ് ക്വാണ്ടിറ്റി ആണ് ഇവിടെ വെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഓൾ ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 ഇൻറ്റു 100. ഇക്വേഷൻസ് മാറിപ്പോകരുത്, ഇക്വേഷൻസിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇവിടെ എന്താണ്, ഓൾ ഡിവൈഡഡ് ബൈ ആണ്, സെപ്പറേറ്റ് അല്ല, മൊത്തമാണ്. സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 ഇൻറ്റു 100 ആണ്. കാരണം ഇവിടെ എന്താണ്, ബേസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും ആവറേജ് ആണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കെല്ലീസ് മെത്തേഡാണ്. കെല്ലീസ് മെത്തേഡ്, ഇൻ ദിസ് മെത്തേഡ് ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ആർ ടേക്കൺ ആസ് വെയിറ്റ്. ഇവിടെ നമ്മളൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതായത് ബേസ് ഇയറോ അല്ലെങ്കിൽ കറണ്ട് ഇയറോ അങ്ങനെ ഒന്നല്ല, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് സംടൈംസ് റെഫേഴ്സ് ടു ആസ് എ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് വിത്ത് ഫിക്സഡ് വെയിറ്റ് മെത്തേഡ്. ഇതിനെ എന്താണ്, അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് മെത്തേഡ് എന്ന് കൂടി ചില ടൈമിൽ നമ്മൾ പറയുന്നുണ്ട്. ഫിക്സഡ് വെയ്റ്റ്സ് നീഡ് നോട്ട് നെസസറി ബി ക്വാണ്ടിറ്റി ഓഫ് ദ ഐദർ ബേസ് ഇയർ ഓർ കറണ്ട് ഇയർ. ഇവിടെ നമുക്ക് കറണ്ട് ഇയറിൻ്റെയോ ബേസ് ഇയറിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ഒരു ക്വാണ്ടിറ്റി, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ് ഇവിടെ നമ്മൾ എടുക്കുക. ഇറ്റ് മേ ഓൾസോ ബി എ ക്വാണ്ടിറ്റി വിച്ച് ഇസ് റിലേറ്റഡ് ടു സം അതർ പീരീഡ്. ഇതെന്താണ്, ഒരു ക്വാണ്ടിറ്റി ആണ്, മറ്റൊരു പീരീഡിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് ദാറ്റ് വെയിറ്റ് ഇസ് കെപ്റ്റ് ആസ് എ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ടൈം. ആ ക്വാണ്ടിറ്റി എന്താണ്, എല്ലാ ടൈമിലും കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കെല്ലീസ് മെത്തേഡ് മറ്റുള്ള മെത്തേഡുകൾ അപേക്ഷിച്ച് എന്താണ്, ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം അവിടെ നമ്മൾ ബേസ് ഇയറൊക്കെയാണ്, ബേസ് ഇയറും കറണ്ട് ഇയറും ഒക്കെയാണ്, ബേസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി എന്താണ്, അവിടെ ബേസ് ഇയറിനോ കറണ്ട് ഇയറിനോ ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുകയാണ്, വെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് സിഗ്മ P1 Q ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q ഇൻറ്റു 100. ഈ ഇക്വേഷനിലാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ കഴിഞ്ഞ ഇക്വേഷൻസിലൊക്കെ നമ്മൾ Q1 Q0 എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ഫിക്സഡ് ആയതുകൊണ്ട് വെറും Q മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കെല്ലീസ് മെത്തേഡ് പറയുന്നത്. അപ്പം നമുക്ക് ഇത്ര 6ഓളം മെത്തേഡ്സ് ആണ് വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡിലുള്ളത് പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കെല്ലീസ് മെത്തേഡ് ഡിഫറെൻ്റ് ആണ്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറൊരു പ്രോബ്ലം ചെയ്യാം. മറ്റ്
എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.